20, 22, 24 ഇവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പോൾ ഇവിടെ 20, 22, 24 ഈ 3 സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം 3 കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ഈ 3 സംഖ്യകളുടെയും ലസാഗു കണ്ട് ആ ലസാഗുവിനോട് 3 കൂട്ടിയാൽ മതി. അപ്പോൾ 20, 22, 24 ഇവയുടെ ലസാഗു കാണാം. ലസാഗു കാണാനായിട്ട് ഇവയുടെ ഘടകങ്ങൾ എടുക്കണം. 3 ഇരട്ട സംഖ്യകളാണ്, അതുകൊണ്ട് 2 കൊണ്ട് ഹരിക്കാം. 2 ഘടകമായിട്ട് എടുത്താൽ 10, 22നെ 2 കൊണ്ട് ഹരിച്ചാൽ 11, 24നെ 2 കൊണ്ട് ഹരിച്ചാൽ 12. വീണ്ടും 11നെ ഇനി ഹരിക്കാൻ പറ്റില്ല, ബാക്കി 10നെയും 12നെയും 2 കൊണ്ട് ഹരിക്കാം. അതുകൊണ്ട് വീണ്ടും 2 എടുക്കുന്നു. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5, 11നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 11 അതേപടി എഴുതുക. 12നെ 2 കൊണ്ട് ഹരിച്ചാൽ 6. ഇനി നോക്കുക, 5, 11, 6 ഇവയ്ക്ക് പൊതുഘടകമായിട്ട് 1 മാത്രമേ ഉള്ളൂ. ആ 1 നമ്മൾ എടുക്കേണ്ട. അപ്പോൾ ഈ 5 സംഖ്യകളുടെ ഗുണനഫലം എടുത്താൽ നമുക്ക് ലസാഗു കിട്ടും. അപ്പോൾ LCM എന്ന് പറയുന്നത് 2 ഗുണം 2 ഗുണം 5 ഗുണം 11 ഗുണം 6 ആണ്. 2, 2, 4, 4, 5, 20, 11, 6, 66. അപ്പോൾ 66 ഗുണം 20 കണ്ടാൽ മതി. 0 എഴുതാം. 2, 6, 12, 2 ശിഷ്ടം 1, 2, 6, 12, 1, 13. 1320 ലസാഗു. ഈ ലസാഗുവിനോട് 3 കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 1323 ഇതാണ് നമുക്ക് വേണ്ട ഉത്തരം. 20, 22, 24 ഇവ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ 1323. ശരിയുത്തര ഓപ്ഷൻ ബി. √2 x സമം 256 എങ്കിൽ x എത്ര? നമുക്കിവിടെ തന്നിരിക്കുന്നത് √2 x സമം 256. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ 256നെ √2ൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റണം. 256നെ √2ൻ്റെ പവറായിട്ട്. അവർക്ക് 256 എന്ന് പറഞ്ഞാൽ 2ൻ്റെ പവറാണ്. 256 എന്ന് പറയുന്നത് 16ൻ്റെ സ്ക്വയർ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഈ 16 എന്ന് പറയുന്നതോ 2/4 ആണ്. 2 4 തവണ ആവർത്തിച്ച് ഗുണിച്ചാൽ 16 കിട്ടും. അപ്പോൾ 2/4 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഓർക്കുക, 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗുണം 2 ഗുണം 2 ഗുണം 2 ആണ്. 2 4 തവണ ആവർത്തിച്ച് ഗുണിക്കുന്നതാണ്. ഈ 4 തവണ ആവർത്തിച്ച് ഗുണിച്ചാൽ നമുക്ക് 16 കിട്ടും. അപ്പോൾ ഇനി നമുക്കൊരു കൃത്യങ്ക നിയമം ഉപയോഗിക്കാം. അതായത് a/m ദി ഹോൾ റൈസ് ടു n ഇസ് ഈക്വൽ ടു a/m ഇൻറ്റു n. അതേ രൂപത്തിലാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. എയുടെ സ്ഥാനത്ത് 2, എമ്മിൻ്റെ സ്ഥാനത്ത് 4, എന്നിൻ്റെ സ്ഥാനത്ത് 2. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ 2 ഈ 4ഉം 2ഉം കൂടെ ഗുണിച്ചാൽ മതി. അതായത് 8 എന്ന് വരും. അപ്പോൾ 256 എന്ന് പറയുന്നത് 2/8 ആണ്. അപ്പോൾ ഇത് 2/8 ആണ്. ഇനി നമുക്കിതിനെ √2 ആക്കണമല്ലോ. അപ്പോൾ √2 സമം 2 എന്ന് പറയുന്നത് √2ൻ്റെ സ്ക്വയറാണ്. ഓർക്കുക, √2ൻ്റെ സ്ക്വയറാണ് 2. അപ്പോൾ ഈ 2ന് പകരം √2 സ്ക്വയർ കൊടുക്കാം. √2 സ്ക്വയർ ദി ഹോൾ റൈസ് ടു 8 എന്ന് വരും. വീണ്ടും ഇതേ നിയമം നമുക്കിവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഈ 2 8ഉം കൂടെ ഗുണിച്ചാൽ മതി. അതായത് √2 2 ഗുണം 8 16 എന്ന് വരും. അപ്പോൾ √2 സമം √2 അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വരും? 16 ആയിരിക്കും. എക്സ് സമം 16. കാരണം 2 സൈഡും √2ൻ്റെ പവറായിട്ട് എഴുതിയിരിക്കുന്നു. 2 വശം തുല്യമാണ്. അപ്പോൾ പിന്നെ പവേഴ്സ് തുല്യമാകാതെ പറ്റില്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 16. ശരി ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത സംഖ്യ ഏത്? 8, 15, 24, 35 ഡാഷ്. അപ്പോൾ നമുക്കിവിടെ ഒരു സംഖ്യാശ്രേണി നൽകിയിട്ടുണ്ട്. ഇതിലെ അടുത്ത പദം കണ്ടുപിടിക്കണം. ഈ തന്നിരിക്കുന്ന പദങ്ങളുടെ പ്രത്യേകത നോക്കുക. 8 എന്ന് പറഞ്ഞാൽ 9 - 1 ആണ്. 15 16 - 1 ആണ്. 24 25 - 1 ആണ്. ഇത് 36 - 1 ആണ്. ഈ 9 16 25 36 ഇതിൻ്റെയൊക്കെ പ്രത്യേകത നമുക്കറിയാം. ഇതെല്ലാം സ്ക്വയർ നമ്പേഴ്സാണ്. അപ്പോൾ ഇത് 3 സ്ക്വയർ മൈനസ് 1, അടുത്തത് 4ൻ്റെ സ്ക്വയറാണ് 16, 4 സ്ക്വയർ മൈനസ് 1, 5 സ്ക്വയർ മൈനസ് 1,
6 സ്ക്വയർ മൈനസ് 1. ഇങ്ങനെയാണ് ആ ശ്രേണിയിലെ പദങ്ങൾ വരിക. അപ്പോൾ 3 സ്ക്വയർ മൈനസ് 1, 4 സ്ക്വയർ മൈനസ് 1, 5 സ്ക്വയർ മൈനസ് 1, 6 സ്ക്വയർ മൈനസ് 1, അടുത്ത് വേണ്ടത് 7 സ്ക്വയർ മൈനസ് 1. 7ൻ്റെ സ്ക്വയർ 49. അപ്പോൾ 49 മൈനസ് 1 എന്ന് വരും. അതായത് 48 ഇവിടെ വരേണ്ട സംഖ്യ. ശരി ഉത്തരം ഓപ്ഷൻ സി 48. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം 15 വയസ്സാണ്. അധ്യാപകൻ്റെ പ്രായം കൂടി കൂട്ടുകയാണെങ്കിൽ ശരാശരി 16 ആകും. എങ്കിൽ അധ്യാപകൻ്റെ പ്രായം എന്ത്? ഇവിടെ 30 കുട്ടികളുടെ ശരാശരി പ്രായം 15 വയസ്സാണ്. അധ്യാപകനെ കൂടെ കൂട്ടുകയാണെങ്കിൽ ആളുകളുടെ എണ്ണം 31 ആവും. അപ്പോൾ ശരാശരി പ്രായം 16 വയസ്സാവും. അങ്ങനെയെങ്കിൽ അധ്യാപകൻ്റെ പ്രായം കണ്ടുപിടിക്കണം. ഓർക്കുക, ഈ ശരാശരിയെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ 30 പേരുടെ വയസ്സുകളുടെ തുക കിട്ടും. 30 കുട്ടികളുടെ ശരാശരി പ്രായം 15 അപ്പോൾ ഈ 30 കൊണ്ട്, കുട്ടികളുടെ എണ്ണമായ 30 കൊണ്ട് അവരുടെ വയസ്സുകളുടെ ശരാശരിയായ 15നെ ഗുണിച്ചാൽ ഈ 30 പേരുടെ വയസ്സുകളുടെ തുക കിട്ടും. ആ ശരാശരി ഗുണ എണ്ണം സമം സംഖ്യകളുടെ തുകയാണ്. അപ്പോൾ 30 പേരുടെ വയസ്സുകളുടെ തുക നമുക്ക് 30 ഗുണം 15 450 വരും. 450 എന്ന് കിട്ടും. ഇനി 31 ആളുകളുടെ ശരാശരി വയസ്സ് 16 ആണല്ലോ. അപ്പോൾ 31 കൊണ്ട് അവരുടെ ശരാശരി വയസ്സായ 16നെ ഗുണിച്ചാൽ 31 പേരുടെ വയസ്സുകളുടെ തുക കിട്ടും. അപ്പോൾ 31 കൊണ്ട് 16നെ ഗുണിക്കുന്നു. 496. അപ്പോൾ കുട്ടികളുടെ മാത്രം വയസ്സുകളുടെ തുക 450-ഉം അധ്യാപകനെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ വയസ്സുകളുടെ തുക 496-ഉം ആകും. അപ്പോൾ അധ്യാപകൻ്റെ പ്രായം കാണാൻ എന്ത് ചെയ്യണം? അധ്യാപകനെ ഉൾപ്പെടുത്തിയ തുകയിൽ നിന്നും അധ്യാപകനെ ഉൾപ്പെടുത്താതെ കുട്ടികളുടെ മാത്രം വയസ്സുകളുടെ തുക അങ്ങ് കുറച്ചാൽ മതി. 496-ൽ നിന്ന് 450 കുറച്ച് കഴിഞ്ഞാൽ 46. അധ്യാപകൻ്റെ പ്രായം 46 വയസ്സ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി 46. സമയം 1:20 ആകുമ്പോൾ ക്ലോക്കിലെ സൂചികൾക്കിടയിലെ കോണളവ് എത്ര? ഇവിടെ സമയം 1:20 ആകുമ്പോൾ ക്ലോക്കിലെ സൂചികൾക്കിടയിലെ, മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്ര എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. 1 ഗുണം 60 60, 11 ഗുണം 2 22. അപ്പോൾ 11 ഗുണം 20 220. ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി എടുത്താൽ നമുക്ക് സൂചികൾക്കിടയിലെ കോണളവ് കിട്ടും. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കാണാൻ 220-ൽ നിന്നും 60 കുറയ്ക്കാം. 160. 160ൻ്റെ പകുതിയാണ് മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ്. 16ൻ്റെ പകുതി 8. അപ്പോൾ 160ൻ്റെ പകുതി 80. സൂചികൾക്കിടയിലെ കോണളവ് 80 ഡിഗ്രി ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ബി 80 ഡിഗ്രി. ഒറ്റയാൻ ഏത്? 27, 31, 42, 54, 63. അപ്പോൾ ഈ തന്നിരിക്കുന്ന 5 സംഖ്യകളിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ, ഇക്കൂട്ടത്തിൽ 31 അതൊരു പ്രത്യേകതയുള്ള സംഖ്യയാണ്. ഇതൊരു പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യയാണ്. ബാക്കിയുള്ള 4 സംഖ്യകളും പ്രൈം അല്ല, അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളല്ല. ഇക്കൂട്ടത്തിൽ 31 ഒരു അഭാജ്യ സംഖ്യയാണ്. അതുകൊണ്ട് ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സംഖ്യയാണ് 31. ശരി ഉത്തരം ഓപ്ഷൻ എ ആയിരിക്കും. എ 30 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി ബി 20 ദിവസം കൊണ്ട് തീർക്കും. ഇവർ ഒരുമിച്ച് ചെയ്താൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീരും? ഇവിടെ 2 ആളുകൾ എയും ബിയും. എയ്ക്ക് ഒരു ജോലി 30 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. ബിക്ക് ഇതേ ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാം. അങ്ങനെയെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. എ ജോലി എക്സ് ദിവസങ്ങൾ കൊണ്ടും ബി ഇതേ ജോലി വൈ ദിവസങ്ങൾ കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ ജോലി XY/X+Y ദിവസങ്ങൾ കൊണ്ട് തീരും. ഓർക്കുക, എ ജോലി എക്സ് ദിവസങ്ങൾ കൊണ്ടും ബി അതേ ജോലി വൈ ദിവസങ്ങൾ കൊണ്ടും തീർക്കാമെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ
XY/X+Y ദിവസങ്ങൾ കൊണ്ട് ആ ജോലി തീർക്കാൻ പറ്റും. ഇവിടെ എയ്ക്ക് 30 ദിവസം വേണം. അപ്പോൾ എക്സിന് നമുക്ക് 30 എന്ന് കൊടുക്കുക. അതുപോലെ ബിക്ക് 20 ദിവസമാണ് വേണ്ടത്, വൈക്ക് 20 എന്നും കൊടുക്കുക. വാല്യൂസ് ഇവിടെ കൊടുക്കുമ്പോൾ 30 XY എന്ന് പറഞ്ഞാൽ എക്സ് ഗുണം വൈ ആണ്. അപ്പോൾ 30 ഗുണം 20 ബൈ 30 പ്ലസ് 20 എന്ന് വരും. 30 ഗുണം 20 എത്ര വരും? ഇത് 3 ഗുണം 2 6, 6 2 0, 600 ബൈ 30 പ്ലസ് 20 50. ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 60/5 വരും. 60-ൽ 12 തവണയാണ് 5 ഉള്ളത്. അപ്പോൾ 12 ദിവസം കൊണ്ട് ഈ ജോലി തീരും. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ 12 ദിവസം കൊണ്ട് ജോലി തീരും. ശരി ഉത്തരം ഓപ്ഷൻ സി 12. രണ്ട് സംഖ്യകളുടെ തുക 20-ഉം ഗുണനഫലം 96-ഉം ആണെങ്കിൽ ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇവിടെ രണ്ട് സംഖ്യകളുടെ തുക നൽകിയിട്ടുണ്ട്, അതുപോലെ ഗുണനഫലവും നൽകിയിട്ടുണ്ട്. നമുക്ക് ആ സംഖ്യകൾ എക്സ് എന്നും വൈ എന്നും കരുതിയാൽ x+y = 20 എന്ന് എഴുതാം. അതുപോലെ ഗുണനഫലം അതായത് xy = 96-ഉമാണ്. അങ്ങനെയെങ്കിൽ ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം അതായത് x-y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x+y xy അറിയാമെങ്കിൽ x-y കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് x-y² = x+y² മൈനസ് 4xy ആണ്. ഓർക്കുക, x-y² = x+y² മൈനസ് 4xy. ഇവിടെ x+yയുടെ വാല്യൂ 20 ആണ്. അപ്പോൾ 20² മൈനസ് 4 ഗുണം xyയുടെ വാല്യൂ 96. 4 ഗുണം 96 എന്ന് വരും. 20ൻ്റെ സ്ക്വയർ 400 ആണ്. 4 ഗുണം 96 384 വരും. 400-ൽ നിന്ന് 384 കുറച്ചാൽ 16 എന്ന് കിട്ടും. x-yയുടെ സ്ക്വയർ ആണ് 16. അപ്പോൾ x-y എന്ന് പറഞ്ഞാൽ 16ൻ്റെ സ്ക്വയർ റൂട്ട് അതായത് 4 എന്ന് കിട്ടും. അതായത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 4 ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഈ ഇക്വേഷൻ ഉപയോഗിക്കാതെ നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഓർക്കുക, എക്സും വൈയും കൂടെ കൂട്ടിയാൽ 20 ആണ്. രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 20 കിട്ടും. അപ്പോൾ കൂട്ടിയാൽ 20 വരുന്ന രണ്ട് സംഖ്യകൾ അതൊക്കെയാണ് 1ഉം 19ഉം വരാം. പക്ഷെ 1ഉം 19ഉം കൂടെ ഗുണിച്ചാൽ 96 കിട്ടില്ല. അപ്പോൾ ഇത് ഉത്തരമാവില്ല. 2ഉം 18ഉം കൂടെ കൂട്ടിയാൽ 20 കിട്ടും. 18 2 36 ആവുള്ളൂ, 96 വരില്ല. അപ്പോൾ ഇത് ഉത്തരവല്ല. 3ഉം 17ഉം 3ഉം 17ഉം കൂടെ കൂട്ടിയാൽ 3 7 21, 96 ഏതായാലും കിട്ടാൻ പോകുന്നില്ല. 4ഉം 16ഉം നോക്കുക, 4 ഗുണം 16 64 ആവുള്ളൂ. ഇത് ഉത്തരമാവില്ല. 5ഉം 15ഉം കൂടെ കൂട്ടിയാൽ 20 കിട്ടും. പക്ഷേ 5ഉം 15ഉം കൂടെ ഗുണിച്ചാൽ 75 വരുള്ളൂ. ഇത് ഉത്തരമല്ല. 6ഉം 14ഉം കൂട്ടിയാൽ 20 കിട്ടും. 6ഉം 14ഉം കൂടെ കൂട്ടിയാൽ 20 കിട്ടും. പക്ഷേ 14ഉം 6ഉം കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ 96 കിട്ടില്ല. അത് മുഴുവൻ ഗുണിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റയുടെ സ്ഥാനത്തേക്കം നോക്കിയാൽ മതി. 4 ഗുണം 6 24. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തേക്കം 4ആണ് വരുന്നത്. നമുക്ക് 6 കിട്ടണം. അപ്പോൾ ഇത് ഉത്തരമാവില്ല. 7ഉം 13ഉം കൂടെ ഇവിടെയും നോക്കുക, കൂട്ടിയാൽ 20 കിട്ടും. പക്ഷേ ഒറ്റയുടെ സ്ഥാനത്തേക്കം നോക്കി 3 ഗുണം 7 21 1 വരുന്നത്. 96 ഏതായാലും കിട്ടില്ല, ഉറപ്പാണ്. 8ഉം 12ഉം നോക്കുക, 12ഉം 8ഉം കൂടെ കൂട്ടി 20. 12 ഗുണം 8 10 8 80ഉം 2 8 16 96 കിട്ടും. അപ്പോൾ 12ഉം 8ഉമാണ് ആ സംഖ്യകൾ എന്ന് നമുക്ക് ഈ രീതിയിൽ തീരുമാനിക്കാം. 12ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 12ൽ നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 4. അപ്പോൾ ഈ രീതിയിൽ റാൻഡമായിട്ട് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഉത്തരത്തിലെത്താം. ശരി ഉത്തരം ഓപ്ഷൻ ബി 4. 6000 രൂപയ്ക്ക് 15% നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇവിടെ 6000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് കണ്ടുപിടിക്കണം. 15% നിരക്ക്. അപ്പോൾ നമുക്ക് 6000 രൂപയുടെ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും ഒന്ന് കണ്ടു നോക്കാം. സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റിന് എസ് എന്ന് എഴുതാം. കൂട്ടുപലിശയ്ക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സി എന്നും കൊടുക്കാം. അപ്പോൾ ആദ്യ വർഷം സാധാരണ പലിശയും കൂട്ടുപലിശയും തുല്യ തുക തന്നെയായിരിക്കും. 6000ൻ്റെ 15%. അവർക്ക് 6000ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 6000ൻ്റെ 10ൽ ഒരു ഭാഗമാണ്.
അതായത് 600 വരും. 10% എന്ന് പറയുന്നത് 600 ആയിരിക്കും. 5% എന്ന് പറയുന്നത് ഈ 600-ൻ്റെ പകുതി 300 വരും. അപ്പോൾ 600 15% ആകുമ്പോൾ 600-ഉം 300-ഉം കൂടെ കൂട്ടി 900 ആയിരിക്കും പലിശ. 15% നമുക്ക് മനക്കണക്കായിട്ട് കാണാനുള്ള മാർഗ്ഗമാണ് പറഞ്ഞത്. 10% എന്ന് പറഞ്ഞാൽ 10-ലൊരു ഭാഗം, 6000-ൻ്റെ 10-ലൊരു ഭാഗം 600. 5% എന്ന് പറഞ്ഞാൽ ഈ 10%-ൻ്റെ പകുതിയാണ്, 600-ൻ്റെ പകുതി 300, കൂട്ടുമ്പോൾ 900. അതായത് 15% എന്ന് പറയുന്നത് 900 ആണ്. അപ്പോൾ ആദ്യ വർഷം സാധാരണ പലിശയും 900 ആണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും 900 ആയിരിക്കും. രണ്ടാം വർഷം സാധാരണ പലിശ 6000-ൻ്റെ 15% തന്നെ, അതായത് 900 രൂപ തന്നെ. ഇനി കൂട്ടുപലിശയോ 6000-ൻ്റെ 15% കിട്ടും, അതായത് 900 കിട്ടും. കൂടാതെ ആദ്യ വർഷത്തെ പലിശയുടെ 15% കൂടെ പലിശയായിട്ട് വരും ആദ്യ വർഷത്തെ പലിശയ്ക്ക്. അപ്പോൾ 900-ൻ്റെ 15% കൂടെ വരും. 900-ൻ്റെ 10% എന്ന് പറയുന്നത് അതിൻ്റെ 10-ലൊരു ഭാഗം 90. 5% എന്ന് പറയുന്നത് 90-ൻ്റെ പകുതി 45. 15% അപ്പോൾ 135 വരും. 135. അപ്പോൾ ഈ രീതിയിലാണ് 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും വരിക. ഇപ്പോൾ ഇവിടെ കൂട്ടുപലിശയിൽ അധികമായി വന്നിരിക്കുന്ന ഈ 135 രൂപ മാത്രമാണ്. അപ്പോൾ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 135 രൂപ. ശരി ഉത്തരം ഓപ്ഷൻ ഡി 135. ഇത് ഇത്രയും ക്രിയയില്ലാതെ ഒറ്റയടിക്ക് കാണാനുള്ളൊരു സൂത്രവാക്യമുണ്ട്. അതായത് പി ഇൻറ്റു R/100 ദി ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കിട്ടും. പി ഗുണം R/100 ദി ഹോൾ സ്ക്വയർ. ഇതിൽ പി മുതലാണ്, അതായത് 6000 രൂപ, ഗുണം ആർ എന്നുള്ളത് പലിശ നിരക്ക്. അപ്പോൾ പലിശ നിരക്ക് ഇവിടെ 15%. അപ്പോൾ 15/100 ഹോൾ സ്ക്വയർ എന്ന് വരണം. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അതായത് 6000 ഗുണം 15/100 ഗുണം 15/100 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്. ഇനി നമുക്ക് പൂജ്യങ്ങൾ 2 ഇവിടെ ക്യാൻസൽ ചെയ്തു, ഇവിടുത്തെ ഒരു 0 കൂടെ ക്യാൻസൽ ചെയ്യാം. ഇനി ഈ 10-നെയും 15-നെയും നമുക്ക് 5 ഉപയോഗിച്ച് ഹരിക്കാമല്ലോ. അപ്പോൾ ഇവിടെ 3-ഉം ഇവിടെ 2-ഉം വരും. 2 കൊണ്ട് 6-നെ ഹരിച്ചു കഴിഞ്ഞാൽ ഇവിടെ 3 വരും. അപ്പോൾ 3 ഗുണം 3 9, 9 ഗുണം 15 എന്ന് വരും. 9 ഗുണം 15 അതും 135 തന്നെയാണ്. അങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി 135. റൂട്ട് 80 അധികം റൂട്ട് ഓഫ് 125 മൈനസ് റൂട്ട് ഓഫ് 45 സമം ഡാഷ്. അപ്പോൾ റൂട്ട് ഓഫ് 80 അധികം റൂട്ട് ഓഫ് 125 മൈനസ് റൂട്ട് ഓഫ് 45 കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഉത്തരങ്ങളെല്ലാം നോക്കുക. എല്ലാത്തിലും റൂട്ട് 5 ഉണ്ട്. റൂട്ട് 5 റൂട്ടിനകത്ത് 5 വന്നിരിക്കുന്നു. അപ്പോൾ ഈ സംഖ്യകളെയെല്ലാം 5-ൻ്റെ ഗുണിതമായിട്ട് എഴുതാൻ പറ്റുന്ന സംഖ്യകളായിരിക്കും ഇതെല്ലാം. ഓർക്കുക, ഇതെല്ലാം 5-ൻ്റെ ഗുണിതം തന്നെയാണ്. അപ്പോൾ നമുക്കിതിനെല്ലാം 5 ഗുണം ഒരു സംഖ്യ എന്നുള്ള രീതിയിൽ ഈ അകത്തുള്ള സംഖ്യകളെല്ലാം മാറ്റി എഴുതാം. അപ്പോൾ 80 എന്ന് പറയുന്നത് 16 ഗുണം 5 ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൂട്ട് ഓഫ് 16 ഗുണം 5 എന്ന് എഴുതാം. പ്ലസ് 25 ഗുണം 5 ആണ് 125. ഇത് റൂട്ട് ഓഫ് 25 ഗുണം 5 മൈനസ് റൂട്ട് ഓഫ് 9 ഗുണം 5 ആണ് 45. നോക്കുക, ഈ 16, 25, 9 ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്ക്വയർ റൂട്ടുകൾ നമുക്ക് റൂട്ട് സിമ്പലിന് പുറത്തോട്ടെടുക്കാം. 16-ൻ്റെ സ്ക്വയർ റൂട്ട് 4 ആണ്. അപ്പോൾ ഇത് 4 റൂട്ട് 5 എന്ന് വരും. 5-ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് റൂട്ട് 5 എന്ന് തന്നെ എഴുതുക. പ്ലസ് 25-ൻ്റെ സ്ക്വയർ റൂട്ട് 5, 5 റൂട്ട് 5 എന്ന് വരും. മൈനസ് 9-ൻ്റെ സ്ക്വയർ റൂട്ട് 3, 3 റൂട്ട് 5. ഇനി എളുപ്പമുണ്ട്. 4 റൂട്ട് 5, 5 റൂട്ട് 5 കൂടെ കൂട്ടുക. 5 4 9, 9 റൂട്ട് 5 മൈനസ് 3 റൂട്ട് 5 എന്ന് വരും. 9-ൽ നിന്ന് 3 കുറച്ച് 6 ആണല്ലോ. അപ്പോൾ ഇത് 6 റൂട്ട് 5 എന്നായിരിക്കും ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ ബി 6 റൂട്ട് 5.